സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തിന് തുടർച്ചയായ രണ്ടാം തവണയാണ് തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരാകുന്നത്. തൃശൂർ രണ്ടാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. മൂന്നാം സ്ഥാനത്തിനായി പാലക്കാടും കണ്ണൂരും തമ്മിലാണ് മത്സരം. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, എന്തായാലും തിരുവനന്തപുരം തുടർച്ചയായ രണ്ടാം തവണയും സ്വർണ്ണക്കപ്പ് ഉയർത്തിയിരിക്കുന്നു. മാത്രമല്ല കടുത്ത മത്സരമാണ് രണ്ടും മൂന്നും സ്ഥാനത്തിനായിട്ട് ഉള്ളത്. എന്താണ് ഏറ്റവും ഒടുവിൽ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? അൽനമ്പിയർ, തിരുവനന്തപുരം നഗരം കായികമേള തൂക്കി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം തിരുവനന്തപുരം നഗരത്തിനെ വെല്ലുവിളിക്കാനോ തോൽപ്പിക്കാനോ ഇനി അങ്ങോട്ട് ആരും തന്നെ ഇല്ല. ഇതുവരെ തിരുവനന്തപുരത്തിന് മാത്രം നേടിയിരിക്കുന്നത് 1635 പോയിന്റാണ്. എന്ന് വെച്ചാൽ രണ്ടും മൂന്നും സ്ഥാനത്തുള്ള എല്ലാവരിൽ നിന്നും ഇരട്ടി പോയിന്റാണ് ഇപ്പോൾ തിരുവനന്തപുരം നേടിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനം തൃശ്ശൂരിനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വളരെ മികച്ച ഒരു പോരാട്ടമായിരുന്നു. ഗെയിംസ് ഇനങ്ങളിലായിരുന്നു തിരുവനന്തപുരം നഗരം ഈ ഒരു സ്വർണ്ണക്കപ്പ് തൂക്കിയെന്ന് നമുക്ക് പറയാം. ഓവറോൾ കിരീടമാണ് ഇപ്പോൾ തിരുവനന്തപുരം ചൂടിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇവിടെ നടന്ന ഇനങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരം നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഗെയിംസിൻ്റെ അവസാന വേളയിലാണ് തിരുവനന്തപുരത്തിന് ഇനി ഒരു വെല്ലുവിളി അല്ലെങ്കിൽ വെല്ലുവിളിക്കാനായി തിരുവനന്തപുരത്തിന് പിന്നിലായി ആരും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. 809 പോയിന്റുള്ള തൃശ്ശൂരാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തിനായുള്ള പോരാട്ടമാണ് പാലക്കാടും കണ്ണൂരും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 809 പോയിന്റും 1635 പോയിന്റും എന്ന് പറയുന്നത് വളരെ വലിയൊരു വ്യത്യാസമാണ്. ഉറപ്പായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, തിരുവനന്തപുരം ഈ കായികമേള തൂക്കിയിരിക്കുന്നു. ആ ഒരു ഗെയിംസ് ഇനങ്ങളിൽ മാത്രം സ്വിമ്മിങ്ങിലാണ് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം മികവ് തെളിയിച്ചത്. നീന്തിക്കടന്നാണ് തിരുവനന്തപുരം ഈ ഒരു വിജയം കൈവരിച്ചതെന്ന് നമുക്ക് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും. എന്തായാലും മികച്ച പോരാട്ടമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഇടവേളയാണ്. എന്തായാലും പോരാട്ടങ്ങളൊക്കെ വളരെ തകൃതിയായി തന്നെ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് സ്റ്റേഡിയങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരം ഒന്നാം സ്ഥാനം കീഴടക്കി കഴിഞ്ഞു. എപ്പോഴാണ് ഇതിന്റെ സമാപന ചടങ്ങ്? എപ്പോഴാണ് സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തിന് കൈമാറുന്നത്? അൽനബിയ, സ്വർണ്ണക്കപ്പ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു ഘോഷയാത്രയായി ഇവിടേക്ക് എത്തുന്നതാണ്. നാളെയാണ് അവസാന മത്സരങ്ങളും അവസാനമായി ഈ സ്വർണ്ണക്കപ്പ് നൽകുന്ന ചടങ്ങൊക്കെ നാളെയാണ് നടക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്ത് എത്തിച്ചേരും. അതുപോലെ ഒരു ഘോഷയാത്രയായി അതിനൊരു വരവേൽപ്പ് നൽകുന്നുണ്ട്. ശേഷം നാളെയോടുകൂടി ഗെയിംസ് ഇനങ്ങൾ എല്ലാ കായികമേള ഇവിടെ തന്നെ അവസാനിച്ച് ആ കിരീടത്തിൽ മുത്തമിടുന്നത് ഏത് ജില്ലയാണ്, തിരുവനന്തപുരമാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു നാളെയാണ് അവസാനഘട്ട പോരാട്ടങ്ങളെല്ലാം നടക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തിന് തുടർച്ചയായ രണ്ടാം തവണയാണ് തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരാകുന്നത്. തൃശൂർ രണ്ടാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. മൂന്നാം സ്ഥാനത്തിനായി പാലക്കാടും കണ്ണൂരും തമ്മിലാണ് മത്സരം. വിവരങ്ങൾ നൽകിയത് SP ശ്രീനന്ദ.